ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കൂടി ഇന്ന് മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൽ പോവുകയാണ്. ഞാനും മക്കളും, നമ്മളെ കൂടാതെ എൻ്റെ അമ്മയും അതുപോലെ അനിയത്തിയുണ്ട്, പിന്നെ ആപ്പൻ്റെ മോൻ ശ്രീയാണുള്ളത്. ഇവരെ കൂടാതെ ഇനി പോകുന്ന വഴിക്ക് നമ്മുടെ നന്ദൂട്ടനും കൂടിയും കയറുന്നതാണ്. അപ്പോൾ അവനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അവനെയും കൂട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 3/4 മണിക്കൂർ യാത്രയുണ്ട്, ലോങ് ആണ്. ഞാൻ അങ്ങനെ അത്രയ്ക്കും ദൂരമൊന്നും പോകാറില്ല, എന്നാലും ഇതിന് മുന്നേ ഈ ക്ഷേത്രത്തിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതൊരു ഈവനിങ് ആയിരുന്നു, അതുകൊണ്ട് നല്ല കൂളായിട്ട് പോയിട്ട് വന്നിട്ടുണ്ട്. പൊതുവേ ഏട്ടൻ നാട്ടിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു അമ്പലത്തിൽ പോകാറ്. മുന്നെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ദൂരം ഒരു പ്രശ്നമായതുകൊണ്ട് പോയിട്ടേ ഉണ്ടായില്ല. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ BEd കോഴ്സ് ചെയ്തത് ഈ ഒരു അമ്പലത്തിനടുത്തുള്ള ഒരു കോളേജിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി. അവിടെ ദേവസ്വത്തിൻ്റെ പാർക്കിങ് തന്നെയാണ് പാർക്ക് ചെയ്തത്. പിന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ ഉച്ചപൂജ തുടങ്ങാൻ ടൈമായിട്ടുണ്ടായി. ഈ അമ്പലത്തിൻ്റെ പേരിനും അതുപോലെ ഈ കാണുന്ന കുളത്തിനും ഒക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. മുന്നേ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അമ്പലമാണിത്. ഈ ഒരു പേര്, അതായത് മൃദംഗശൈലീശ്വരി എന്ന് പറയുന്ന പേര്, അവിടെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റായുള്ള മൃദംഗത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ദേവന്മാർ മാത്രം യൂസ് ചെയ്തിരുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് മൃദംഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിഴാവ് എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യമായിട്ടത് നമ്മുടെ ലോകത്തേക്ക് എത്തിക്കുന്നത് ഈ ഒരു അമ്പലത്തിലൂടെയാണെന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേര് ഈ ഒരു അമ്പലത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങി. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുമായിരുന്നു, അതുകൊണ്ട് പുറത്തുനിന്ന് വലുതായിട്ടൊന്നും തൊഴാൻ പറ്റിയില്ല. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടുണ്ടായി. ഫുഡ് കഴിക്കാൻ അവിടെ ടോക്കൺ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ടോക്കണൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കളക്ട് ചെയ്തു. പിന്നെ ഞാനിരിക്കുമ്പോൾ ഞാനും വിക്കു ഒരു സൈഡായിപ്പോയി, പിന്നെ ബാക്കിയുള്ളവരൊക്കെ മറ്റൊരു സൈഡിലായിപ്പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കണ്ണൂസാണെങ്കിൽ അവിടുന്ന് ഫുഡ് വിളമ്പുന്നവരോട് മുരിങ്ങക്കായൊക്കെ ചോദിച്ച് വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ പായസം കഴിയാറായിട്ടുണ്ടായിരുന്നു. പായസം 2 തവണയാണ് കണ്ണൂസ് വാങ്ങിയത്. മക്കൾക്ക് പൊതുവേ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ക്വാണ്ടിറ്റിയിൽ അവരത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കഴിക്കാൻ നിന്നത്. പിന്നെ പാർക്കിങ്ങിലേക്ക് പോവാണ്. പാർക്കിങ്ങിലെത്തിയപ്പോഴാണ് മനസ്സിലായത് കാറിൻ്റെ ഉള്ളിൽ കയറേണ്ട അവസ്ഥ. ഭയങ്കര ചൂടായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മുടെ ബേബി പോയിട്ട് ഐസ്ക്രീമോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ വൈകുന്നേരം കണ്ണന് കളരിക്കൊക്കെ പോകണം, നന്ദൂട്ടനും പോകാനുണ്ട്. അതുകൊണ്ട് അധികം ലേറ്റാകുന്നതുകൊണ്ട് നമ്മൾ അവിടെ കണ്ടൊരു ഷോപ്പിൽ നിന്ന് തന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി അത് അവിടെ തന്നെ സൈഡാക്കി കഴിച്ചു. അതിനുശേഷം നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.